1996 തമിഴ് ബ്രഹ്മാണ്ഡ സംവിധായകൻ എസ് ശങ്കർ സംവിധാനം ചെയ്ത ഉലകനായകൻ കമൽഹാസൻ നായകനായ ഇന്ത്യൻ എന്ന സിനിമ ഏറെ ചർച്ചകൾക്കും പുരസ്കാരങ്ങൾക്കും അർഹമായ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസാവുകയാണ്. ഇന്ത്യൻ 2വിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ആദ്യ ഭാഗമായ ഇന്ത്യൻ എന്ന സിനിമയെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു പോകാം. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായ സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര പോരാളിയെയാണ് ഈ സിനിമയിൽ കമലഹാസൻ അവതരിപ്പിക്കുന്നത്. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തുന്ന സേനാപതിയോട് ഡോക്ടർ ലഞ്ചം ചോദിക്കുന്നു. കൈക്കൂലി കൊടുക്കാതെ വന്നതിനാൽ മകൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട് അവർ മരണമടയുന്നു. ഡോക്ടർക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ സേനാപതി തീരുമാനിക്കുന്നു. അതുവഴി അദ്ദേഹം നിയമ സംവിധാനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ അഴിമതിയുടെ ഒരു വലിയ കൂട്ടുകെട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. അവരെയെല്ലാം കൊല്ലാൻ സേനാപതി തീരുമാനിക്കുന്നു. ഓരോരുത്തരെയായി സേനാപതി കൊല്ലുന്നു. ഇതിൽ ഡോക്ടറെ കൊല്ലുന്ന ഭാഗം ഷൂട്ട് ചെയ്ത് വീഡിയോ ജനങ്ങൾക്ക് ലഭിക്കുന്നു. ജനങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ താത്തയായി സേനാപതിയെ അംഗീകരിക്കുന്നു. ഇതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൃഷ്ണസ്വാമി സേനാപതി നടത്തിയ തുടർ കൊലപാതകങ്ങളുടെ അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സേനാപതിയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന് തിരിച്ചറിയുന്ന കൃഷ്ണസ്വാമി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അമൃതവല്ലിയോട് സംസാരിക്കുന്നു. അമൃതവല്ലിയോട് സംസാരിക്കുന്ന കൃഷ്ണസ്വാമിക്ക് സേനാപതിയുടെ പൂർവ്വകാല ചരിത്രം കേൾക്കുമ്പോൾ അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും ആ സമയത്ത് വീട്ടിലെത്തുന്ന സേനാപതിയെ കീഴടക്കുവാൻ അറസ്റ്റ് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. പക്ഷേ കൃഷ്ണസ്വാമിയെ മർമ്മവിദ്യയിലൂടെ കീഴടക്കി സേനാപതിയും ഭാര്യയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിനിടയിൽ അനധികൃതമായി കൈക്കൂലി വാങ്ങി ചന്ദ്രു നൽകിയ പെർമിറ്റ് ഉപയോഗിച്ച് ഓടിയ ബസ് അപകടത്തിൽപ്പെട്ട് 40 കുട്ടികൾ മരിക്കുന്നു. കുട്ടികൾ മരിക്കാനിടയായ ബസ് അപകടത്തിൽ തൻ്റെ മകനായ ചന്ദ്രുവും കുറ്റവാളിയാണെന്ന് തിരിച്ചറിയുന്ന സേനാപതി ചന്ദ്രുവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. അഴിമതി പണവുമായി വിദേശത്തേക്ക് പോകാൻ തുനിയുന്ന ചന്ദ്രുവിനെ വിമാനത്താവളത്തിൽ വെച്ച് ഒരു ഏറ്റുമുട്ടലിലൂടെ സേനാപതി കൊല്ലുകയാണ്. വിമാനത്തിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി ഇരുവരും കൊല്ലപ്പെട്ടുവെന്ന് പ്രേക്ഷകർക്ക് തോന്നുമെങ്കിലും സേനാപതി രക്ഷപ്പെട്ടുവെന്ന് കൃഷ്ണസ്വാമിക്ക് മനസ്സിലാവുന്നു. ഈ സമയം ഹോങ്കോങ്ങിൽ നിന്ന് സേനാപതി കൃഷ്ണസ്വാമിയെ വിളിക്കുന്നു. എങ്ക തപ്പ് നടന്നാലും നാം കണ്ടിപ്പാ വരുവേ, ഇന്ത്യന് സാവയെ കിടയാതെ, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ സിനിമ അവസാനിക്കുന്നത്. ഉലകനായകൻ കമൽഹാസന് തൻ്റെ 4ാമത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് ഇന്ത്യൻ. മാത്രമല്ല ഈ സിനിമ നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയെടുത്തു. ഈ സിനിമയിലെ സ്പെഷ്യൽ എഫക്റ്റിന് ST ബെങ്കിക്കും കലാസംവിധാനത്തിന് തോട്ടാധരണിക്കും ദേശീയ അവാർഡ് ലഭിച്ചു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് AR റഹ്മാൻ്റെ സംഗീതമായിരുന്നു. വാലിയും ബൈരമുത്തുവും രചിച്ച എണ്ണം പറഞ്ഞ 5 ഗാനങ്ങൾ, യേശുദാസും SP ബാലസുബ്രഹ്മണ്യവും സുശീലയും ഒക്കെ പാടി ഹിറ്റാക്കിയ 5 ഗാനങ്ങൾ. അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് യേശുദാസ് പാടിയ പച്ചക്കിളികൾ തോളോട് എന്ന പാട്ട് ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയിലുണ്ടാവും. മൈക്കൽ വെസ്റ്റ്മോർ, മൈക്കൽ ജോൺസ് എന്നിവരാണ് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്. ഇന്ത്യൻ സിനിമയുടെ ക്യാമറ ചെയ്തത് അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ക്യാമറമാൻ ജീവയാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചതാവട്ടെ മലയാളികളായ VT വിജയനും B ലെനിനും ചേർന്നായിരുന്നു. 1996 ഓസ്കാർ നോമിനേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഈ സിനിമ അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രേക്ഷക പ്രീതി നേടിയ തമിഴിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച സിനിമകളിലൊന്നായിരുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും വിഷ്വൽ എഫക്റ്റ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നിരവധി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു കോണിലൂടെ ഈ സിനിമയെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കോട്ടങ്ങളും നേട്ടങ്ങളും നമുക്ക് വിലയിരുത്താനാവും. വിജയമോഹൻ, കപിലൻ, ബൈരമുത്തു, ലക്ഷ്മി, ശരവണകുമാർ തുടങ്ങിയ സാഹിത്യകാരന്മാരെല്ലാം തന്നെ സിനിമയുടെ തിരക്കഥ രചനയിലും സംഭാഷണ രചനയിലുമെല്ലാം പങ്കാളികളാവുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് ഗുണകരമാവും വിധം അതൊന്നും ഭവിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് സിനിമയുടെ മറ്റൊരു പോരായ്മകൾ. ഇന്ത്യൻ 2വിനെ അപേക്ഷിച്ച് ഇന്ത്യൻ 1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സിനിമയുടെ കെട്ടുറപ്പുള്ള തിരക്കഥയും സംഭാഷണങ്ങളും ഒക്കെയായിരുന്നു. ആ സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധനായിരുന്ന ഇന്ത്യയിലേറെ ചർച്ച ചെയ്യപ്പെട്ട എഴുത്തുകാരൻ കൂടിയായിരുന്ന സുജാത ആയിരുന്നു. ഇന്ത്യൻ 2വിൽ അഭിനയിച്ചു വരവേ മരണപ്പെട്ടുപോയ നെടുമുടി വേണു, വിവേക്, മനോബാല ഈ 3 നടന്മാരെയും AI സാങ്കേതിക വിദ്യയിലൂടെ സിനിമയിൽ പൂർണ്ണ സമയവും നിലനിർത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്ത്യൻ 2വിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ശങ്കർ എന്ന സംവിധായകൻ ഒരഭിമുഖത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ ജനന സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങുമ്പോൾ
അവിടെ നിന്നിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ലഞ്ചം ചോദിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഏതൊരു അധികാര സംവിധാനങ്ങളും ജനങ്ങൾക്കെതിരാവുകയും എല്ലാത്തിനും കൈക്കൂലി ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടുന്ന, അനീതിക്കെതിരെ പോരാടുന്ന നായകന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നത്. ഏറ്റവും അടുത്ത കാലത്ത് വിക്രം നായകനായി അഭിനയിച്ച ശങ്കർ തന്നെ സംവിധാനം ചെയ്ത അന്യൻ എന്ന സിനിമയുടെ കഥയുമായി ഈ സിനിമയ്ക്ക് ഏറ്റവും അടുത്ത സാമ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയക്കാരും അധികാരികളും ചേർന്നുകൊണ്ടുള്ള അഴിമതിയെ എതിർക്കുന്ന നായകന്മാരായിരുന്നു എല്ലാ സിനിമകളിലും ശങ്കറിൻ്റേത്. അത്തരത്തിൽ ഒരു പ്രതിസന്ധി വീണ്ടും ഉണ്ടാകുമ്പോൾ തായ്വാനിലുള്ള ഇന്ത്യൻ താത്ത ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതും ഈ അഴിമതിക്കെതിരെ പോരാടുന്നതുമാണ് ഇന്ത്യൻ 2 കഥയുടെ കാതൽ. നടൻ സിദ്ധാർത്ഥ് അവതരിപ്പിക്കുന്ന ചിത്ര എന്ന കഥാപാത്രവും സംഘവും ചേർന്ന് നടത്തുന്ന ബാർക്കിംഗ് ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ സമൂഹത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ അവർ നടത്തുന്ന പോരാട്ടം ഫലം കാണാതെ വരുമ്പോൾ അവർ നടത്തുന്ന കംബാക്ക് ഇന്ത്യൻ എന്ന ക്യാമ്പയിനിലൂടെയാണ് സേനാപതി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. കംബാക്ക് ക്യാമ്പയിനിലൂടെ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന സേനാപതി നടത്തുന്ന പോരാട്ടങ്ങൾ പിന്നീട് ഉണ്ടാകുന്ന ട്വിസ്റ്റിലൂടെ കഥാഗതി തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് ഒരു പക്ഷേ പ്രേക്ഷകനെ ദഹിക്കാത്ത വിധത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. ബാർക്കിംഗ് ഡോഗ്സിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കോമൺ മാൻ്റെ ആനിമേഷൻ രംഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ടാണ് എന്ന് പറയാതെ വയ്യ. ഈ കോമൺ മാന് ശബ്ദം നൽകിയിരിക്കുന്നത് മിന്നൽ മുരളിയിലെ വില്ലനായിട്ട് അവതരിപ്പിച്ച ഗുരു സോമസുന്ദരം എന്ന നടനാണ്. മറ്റൊന്ന് AI സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ മരണപ്പെട്ടു പോയ 3 നടന്മാരെ അവതരിപ്പിക്കുക മാത്രമല്ല, കമലഹാസൻ്റെ ചെറുപ്പകാലമൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കാൻ അതിൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ അവർക്ക് വിദഗ്ധ കലാകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. രവിവർമ്മനാണ് സിനിമയുടെ ക്യാമറ, ശേഖർ പ്രസാദാണ് എഡിറ്റിംഗ്. രണ്ടും മികച്ചതാണെന്ന് തന്നെ പറയാം. അനിരുദ്ധിൻ്റെ സംഗീതമാവട്ടെ സിനിമയോട് ചേർന്ന് നിൽക്കും വിധം ഏറ്റവും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 മണിക്കൂറിലധികം സമയമാണത്രേ ഈ സിനിമ ചിത്രീകരിച്ച് പൂർത്തിയായത്. അതുകൊണ്ട് തന്നെയാണ് 3ാം ഭാഗത്തിലേക്കും സിനിമ പോകുന്നത്. കഴിഞ്ഞ മാസം ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഏറ്റവും വലിയ ട്രോൾ നേരിട്ടത് കമലഹാസൻ്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്ത്യൻ 1 ഇറങ്ങി 29 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ 2 ഇറങ്ങുന്നത്. ഇന്ത്യൻ 1ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കമലഹാസൻ്റെ മേക്കപ്പ് തന്നെയായിരുന്നു അന്ന് ഏറ്റവും ചർച്ചയായത്. പ്രേക്ഷകരെ അമ്പരപ്പിച്ച ആ മേക്കപ്പിൽ നിന്ന് 29 വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതിനിടയിൽ പ്രേക്ഷകരുടെ ധാരണകളും സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നന്നായി മാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി സംവിധായകൻ ശ്രദ്ധിക്കണമായിരുന്നു. സേനാപതിയുടെ പൂർവ്വകാല രൂപം പ്രേക്ഷകരിൽ അത്ര പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ആ രൂപം ഒഴിവാക്കിയുള്ള മറ്റ് വേഷവിധാനങ്ങൾ പ്രേക്ഷകർക്ക് ദഹിക്കും വിധം അണിയിച്ചൊരുക്കുന്നതിൽ സംവിധായകനും കലാസംവിധായകനും മേക്കപ്പ് മാനുമൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് സിനിമയിലെ പ്രേക്ഷകരുടെ അനുഭവമെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. മറ്റൊന്ന്, ട്രെയിലറുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ട്രോൾ. ഇപ്പോൾ സേനാപതിക്ക് 100-ലധികം വയസ്സുണ്ടാവുമെന്നും അങ്ങനെ 100-ലധികം വയസ്സുള്ള വൃദ്ധൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗുണ്ടകളോടൊക്കെ ഏറ്റുമുട്ടുക എന്നുമുള്ള ഒരു സംശയം പ്രേക്ഷകർ ഉന്നയിച്ചിരുന്നു. അതിനെ സംവിധായകൻ ശങ്കർ പ്രതിരോധിച്ചത് 120 വയസ്സിലും ആയോധന കല അഭ്യസിക്കുന്ന ലൂ സിജിയാൻ എന്ന ചൈനക്കാരനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ 69-ാം വയസ്സിലും കമൽഹാസൻ എന്ന ഉലകനായകൻ ഈ സിനിമയിൽ തനിക്ക് കിട്ടിയ ഭാഗങ്ങളെല്ലാം തന്നെ നന്നായി ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം പ്രേക്ഷകർക്ക് ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അൻവറിവ്, സ്റ്റെൻഡ് ശിവ, അനലരശ്, ത്യാഗരാജൻ, നമ്മുടെ പീറ്റർ ഹെയ്ൻ തുടങ്ങി 6ഓളം സ്റ്റെൻഡ് സംവിധായകരാണ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ സിനിമയിലുള്ളതാകട്ടെ ആകെ 1-2 ഫൈറ്റുകൾ മാത്രമാണ് താനും. ഇവരൊക്കെ ഉണ്ടായിട്ടും പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന സംഘട്ടനങ്ങളോ ചേസിംഗ് രംഗങ്ങളോ സംഗീതമൊന്നും ഈ സിനിമയിലുണ്ട്, പാട്ടുകളൊന്നും ഈ സിനിമയിലുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. 28 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പുതുമകൾ സമ്മാനിച്ച ഇന്ത്യൻ സിനിമയുടെ 2ാം ഭാഗം തിയേറ്ററിൽ നിരാശപ്പെടുത്തുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. 2ാം ഭാഗം സിനിമ പൂർത്തിയായി സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ അവസാനം സിനിമയുടെ 3ാം ഭാഗത്തിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 80% ചിത്രീകരണം പൂർത്തിയായ ഈ സിനിമയുടെ 3ാം ഭാഗം 2025 ജനുവരി മാസത്തിൽ തിയേറ്ററുകളിൽ എത്തും എന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് സിനിമയുടെ 1ാം ഭാഗം കണ്ട പ്രേക്ഷകർക്ക്
മൂന്നാം ഭാഗം കാണണമെങ്കിൽ രണ്ടാം ഭാഗം കൂടി കാണേണ്ടതായുണ്ട് എന്നുള്ളത് കൊണ്ട് സിനിമ ഒരു തവണ കാണാവുന്നതാണ് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച പൂർണ്ണമാകുന്നു. നമുക്ക് വീണ്ടും